എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സും അതുപോലെ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു റെസിപ്പിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കട്ടോ. എന്നോട് ഓരോ ഡൗട്ട്സൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള വീഡിയോസിൽ ഉള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളെല്ലാം കാണുന്നുണ്ടാവില്ലല്ലോ പുതുതായി വന്നവർ. അപ്പോൾ പഴയ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് വരാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ഥിരമായിട്ട് കട്ടൻ ചായയൊക്കെ ഒഴിക്കുന്ന ഗ്ലാസ്സുകളിലൊക്കെ ഇതുപോലെ അടിഭാഗത്ത് കറ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ കഴുകി എടുത്താലൊന്നും ആ ഒരു കറ പോവില്ല. അപ്പോൾ ഈ ഒരു കറ സിമ്പിളായിട്ട് കളയാനുള്ള ടിപ്പാണ്. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇടുക, 1 ടീസ്പൂണോളം കേട്ടോ. എന്നിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു മെറ്റലിൻ്റെ സ്ക്രബ്ബറില്ലേ, അത് വെച്ചിട്ട് ഒന്ന് കഴുകി കഴിഞ്ഞാൽ, ഇതല്ലെങ്കിൽ മറ്റേ സ്പോഞ്ച് പോലത്തെ ഇല്ല, അതായാലും മതി കേട്ടോ. ഒന്ന് കഴുകി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ ഒരു കറ പോയി കിട്ടും. വേറെ ഒന്നും ആവശ്യമില്ല. പിന്നെ നന്നായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടിയിട്ടാകുമ്പോൾ നല്ല എഫക്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഇതാ കഴുകി കഴിഞ്ഞപ്പോൾ ഫുള്ള് കറയും പോയിട്ടുണ്ട്. അടുത്തൊരു ടിപ്പ്, നമ്മൾ ഇതുപോലത്തെ കണ്ടെയ്നറുകളിൽ ബിസ്ക്കറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ചിപ്സൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിയെടുത്താലും ആ ഒരു സ്മെല്ല് അവിടെ തന്നെ നിൽക്കും. പിന്നെ വേറെ എന്തെങ്കിലും ഇടുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുകൾ തമ്മിലൊരു ശരിയാവില്ലല്ലോ. അപ്പോൾ അത് കളയാനുള്ള ഒരു ടിപ്പാണ്. നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊരു ടിഷ്യൂ പേപ്പർ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക, ഒന്ന് മുക്കിയിട്ട് കേട്ടോ. എന്നിട്ട് അത് ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഒരു ദിവസം ഫുള്ള് അങ്ങനെ തന്നെ വയ്ക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആ സ്മെല്ല് ഫുള്ള് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനത്തെ അവസ്ഥയൊക്കെ വരുമ്പോൾ ഈ ഒരു ടിപ്പൊന്ന് ഓർത്തിട്ട് ട്രൈ ചെയ്യൂ. അടുത്തൊരു ടിപ്പ്, നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അബദ്ധത്തിൽ ഇതുപോലെയൊക്കെ ഒന്ന് കരിഞ്ഞ് പിടിച്ച് കഴിഞ്ഞാൽ കുക്കറോ അല്ലെങ്കിൽ എന്ത് പാത്രമായാലും പിന്നെ ആകെ ബുദ്ധിമുട്ടാണ്. വെള്ളം ഒഴിച്ച് വെച്ചാലും എന്തോരം നന്നായിട്ട് ഉരച്ച് കഴിയാലും ഒന്നും അത് പോവില്ല. അപ്പോൾ അത് കളയാനുള്ള ഒരു ടിപ്പാണ് അടുത്തതായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങയുടെ തൊലി അല്ലെങ്കിൽ കേടായ നാരങ്ങ ഉണ്ടെങ്കിൽ അത് ഒരു 2-3 എണ്ണം നമ്മുടെ എത്രത്തോളം കരിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണ്ടി വരും കേട്ടോ നാരങ്ങ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക, പിന്നെ ലേശം ഡിഷ് വാഷും ഒഴിച്ചു കൊടുക്കുക. ഇത്ര 3 സാധനങ്ങൾ മതി. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചൂടായി വരും തോറും ഇങ്ങനെ പതകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരും കേട്ടോ ഫുൾ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ തിളച്ച് കഴിയുമ്പോൾ ചെറിയ തീയിലിടുക. എന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം ഒരു ചട്ടകം പോലത്തെ എന്തെങ്കിലും വെച്ചിട്ടൊന്നിങ്ങനെ ആ ഒരു കരിഞ്ഞ ഭാഗം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഉരച്ചു കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ പൊന്തി വരും. നമുക്ക് അധികം ബലം പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിങ്ങനെ കുതിർന്നിട്ട് ഇങ്ങനെ അടർന്ന് വരും കേട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ള് ഇങ്ങനെ അടർത്തി എടുക്കണം. ഇതിപ്പോൾ നോക്കിക്കേ, സമയം ഇങ്ങനെ കഴിയുന്തോറും ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ അടർന്ന് വരുന്നുണ്ട്, നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞും വരുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കഴുകിയാലും മതി. നന്നായിട്ട് ഇങ്ങനെ വല്ലാണ്ട് ചൂട് പോണേക്കാളും മുമ്പ് ഒരു ഇളം ചൂടോട് കൂടിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. പിന്നെ അത് വീണ്ടും ഉറക്കണ്ടല്ലോ നമുക്ക് ഇങ്ങനെ കുതിർന്ന് വന്നത്. അപ്പോൾ കുതിർന്ന് വന്നത് ഇതുപോലെ ഇങ്ങനെ അടുത്താണ് എളുപ്പം, വേഗം തന്നെ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ വേഗം ഒന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് കഴുകിയെടുത്താൽ മതി. ഇപ്പോൾ ദാ ഇത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് ഇങ്ങനെ തേക്കുമ്പോഴേക്കും ഫുള്ള് ഇങ്ങനെ നമുക്ക് കഴുകി കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കളയുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ 2 ഹോൾ ഇടുക കേട്ടോ. എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് കുത്തി കൊടുത്താൽ മതി, പപ്പടക്കോല് പോലെ എന്തെങ്കിലും. എന്നിട്ട് അതിലേ നമുക്ക് എന്തെങ്കിലും കമ്പി പോലത്തെ സംഭവങ്ങൾ ഒന്ന് കോർത്തെടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വള്ളി കെട്ടിക്കൊടുത്താലും മതി കേട്ടോ. ഏതായാലും മതി. കമ്പി ഇത് ചെമ്പ് കമ്പിയാണ്, അതുകൊണ്ട് പിന്നെ തുരുമ്പ് പിടിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ആ ഒരു വാഷ് ബേസിൻ്റെ അവിടെ ആ ഒരു ടാപ്പിൻ്റെ താഴെയായിട്ട് ഒന്നിങ്ങനെ ഞാത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിയുമ്പോൾ ആ ഒരു സ്ക്രബ്ബർ ഉണക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇതിൽ സ്ക്രബ്ബർ ഇട്ട് കഴിഞ്ഞാൽ വേഗം വെള്ളം ഇങ്ങനെ വാർന്നിട്ട് നമ്മുടെ സിങ്കിലേക്ക് പോയിക്കോളും. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അടുത്തൊരു ടിപ്പ്, നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ ചില സമയത്ത് പാല് പിരിയാൻ പോണ പോലെ നമുക്ക് മനസ്സിലാവും. ഒരു സൗണ്ടൊക്കെ കേൾക്കില്ല, ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ. പാക്കറ്റ് പാലൊക്കെ വാങ്ങിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പിരിയാൻ പോകുന്ന പാലാണെന്ന് നമ്മൾക്ക് തോന്നുകയാണെങ്കിൽ ആ പാല് തിളപ്പിക്കുമ്പോൾ അതിൽ കുറച്ച് ലേശം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പാല് പിരിയാതെ കിട്ടും കേട്ടോ.
അടുത്തത് നമ്മുടെ തുവരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ആരും അങ്ങനെ പരിപ്പ് വെച്ചിട്ട് ചെയ്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വെറൈറ്റി റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാമ്പാറിനൊക്കെ പരിപ്പ് വെള്ളത്തിലിടുമ്പോൾ കുറച്ചധികം പരിപ്പ് വെള്ളത്തിലിടുക. ഒരു 3-4 മണിക്കൂറൊക്കെ നന്നായിട്ട് കുതിർത്തെടുത്താൽ കൂടുതൽ നല്ലത്. അപ്പോൾ അതുപോലെ 1 കപ്പ് പരിപ്പ് ഞാൻ കുതിർത്ത് എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ സ്വീറ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് ഏലക്കായയുടെ പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിൽ ലേശം ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് വീഡിയോ ആയതുകൊണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 ഗ്ലാസ്സിലും താഴെ മതിയാവും, നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ അരഞ്ഞു വരുമ്പോൾ ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാവും. അത് നമുക്ക് ഈ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ ഓരോ കുഴിയിലേക്കും ഒന്നൊഴിച്ചിട്ടൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് എടുക്കണം. എന്നിട്ട് ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഫുള്ള് ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് തിരിച്ചെടുക്കണം മിക്സിയിൽ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർക്കണം. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു 5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഞാൻ ഉരുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ ശർക്കരയുടെ മധുരമൊക്കെ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 1 ഗ്ലാസ് പരിപ്പാണ്, അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നല്ല മധുരമുള്ള ശർക്കരയാണ്. അപ്പോൾ അത് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി അതും ഒന്ന് മിക്സിയിൽ തിരിച്ചെടുക്കുക. കണ്ടോ, അപ്പോൾ ഇതുപോലെയാവും. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈങ് പാൻ അതിൽ വെക്കുക, ഒന്ന് ചൂടാവട്ടെ. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സിയില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ടൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം. അതിനു മുമ്പ് ഞാൻ ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സ്, കാഷ്നട്ടും ബദാമും കുറച്ച് ചെറുതായി പീസാക്കി അരിഞ്ഞാണ് കേട്ടോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി എല്ലാം കൂടെ നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം, അത്രയ്ക്കേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിക്കുക, ഇളക്കി യോജിപ്പിക്കുക. ആ ഒരു നെയ്യ് ഫുള്ള് ഈ ഒരു പരിപ്പിലേക്ക് വരണം കേട്ടോ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഫുള്ളാക്കിയിട്ട് കാണാം. ഒരു 5 മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് യോജിച്ച് കിട്ടും. പിന്നെ പാനിൽ നെയ്യൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് എടുക്കുക. ഇതൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പരിപ്പ് വെച്ചിട്ടുള്ള ഒരു സ്വീറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഒരു ഹൽവ കഴിക്കുന്ന അതേ ഫീലിംഗ് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പരിപ്പ് വെച്ചിട്ടുള്ളതാണെന്ന് ഒരാളും പറയില്ല നമ്മൾ പറയാണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കാരണം പരിപ്പ് എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ്. പരിപ്പും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് ശർക്കര ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത് തന്ന ടിപ്സും അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സ്വീറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്